ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഫാമിലി മാതാപിതാക്കൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ്. ഇത് എൻ്റെ സഹോദരിയുടെ ഇളയ പുത്രി അഹ്സന 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്കറിയാം, നീ എനക്കറിയാം, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇതേപോലെ ഫോണിൽ കളിക്കാറുണ്ട്. ഫേസ്ബുക്ക് നോക്കും, വാട്സപ്പ് നോക്കും, യൂട്യൂബ് നോക്കും, പിന്നെ ടിക്ടോക്ക് നോക്കും. ഇതൊക്കെ ഒരു ലിമിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം എപ്പോഴും ഇതിന്റെ പുറകെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അതൊരു എല്ലാ ആളുകൾക്കും ഫാമിലിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ഇതുമാര് ചെയ്യുന്ന ഈ പരിപാടികള് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ? ഒരിക്കലും ഇവരെ എന്താണ് വാട്സപ്പിൽ എന്താണോ ചാറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ എന്താണോ കാണിക്കുന്നതെന്ന് മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവരുപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഒരുപക്ഷെ രാത്രി 10 മണിക്ക് ശേഷം എന്തിനാണ് ഈ കുട്ടികൾക്ക് വാട്സപ്പ്, എന്തിനാണ് ഈ കുട്ടികൾക്ക് ഫേസ്ബുക്ക്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ കിടന്നുറങ്ങേണ്ട സമയത്ത് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമല്ല നോക്കണം, ഉറങ്ങിയാണ് തന്നെ ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇവരുടെ പാരന്റ്സിന്റെ ഫോണിലായിരിക്കും ചിലപ്പോൾ കളിക്കുന്നത്. ഇപ്പൊ എല്ലാ വീടുകളിലും 3-4 ഫോണുകളുള്ള സമയമാണ്. അതിനൊന്നും നമുക്ക് തടയാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ആ ഒരു സമയത്ത് ഇവരുടെ ഫോണിൽ എന്തെങ്കിലും എടുത്ത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ രസകരമായിട്ടുള്ളതും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഗൂഗിളിൻ്റെതാണ് ഈ ഒരു ടെക്നോളജി. ഗൂഗിൾ മൈ ഫാമിലി എന്ന് നിങ്ങൾ സെർച്ച് കഴിഞ്ഞാൽ 2 ആപ്ലിക്കേഷൻ കിട്ടും. ഒന്ന് ഗൂഗിൾ പാരന്റ്, അത് അച്ഛന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഗൂഗിൾ ഫോർ കിഡ്സിനായിട്ടുള്ള രണ്ടും സെയിം ഐക്കൺ തന്നെയായിരിക്കും കാണാൻ പറ്റുക. അത് ഈ 2 ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുക. 1-2 കുട്ടികളാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ, 1-2 ഫോണാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ മൈ ഫാമിലി എന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഈ വരുന്ന ഇതുപോലെയുള്ള കോഡ് നമ്മുടെ ഫോണിലേക്ക്, അതായത് പാരന്റിന്റെ ഫോണിൽ നിന്നും ഈ ഒരു കോഡ് നമ്മുടെ ഫോൺ ജനറേറ്റ് ആകും. അത് ഏതൊക്കെ ഫോണിലാണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യാം. ഇനിയാണ് രസം, കണ്ടോ, ഇവരുടെ ഫോണിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. കണ്ടോ, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്ക് ഇൻസ്റ്റാൾ വെച്ചേക്കാണ്, ടിക്ടോക്ക് ഉണ്ട്, MX Play, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവള് ചെയ്ത് വെച്ചേക്കാണ്. എനിക്കിനി ഇവിടെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യണം, ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യണം. ഞാൻ ഫേസ്ബുക്ക് എടുക്കുന്നു, അലോ ആപ്പിൽ ചെന്നിട്ട് ജസ്റ്റ് ഞാനിത് ഹൈഡ് ചെയ്യണം. ഇനി ഒന്ന് ഫേസ്ബുക്ക് എടുത്തേ, ഫേസ്ബുക്ക് ഇല്ല. കാര്യം എന്താ, ഞാൻ അതിൻ്റെ അകത്ത് ഡിസേബിൾ ചെയ്തു. ഞാൻ എനേബിൾ ചെയ്യാം. 2 മിനിറ്റൊക്കെ എടുത്തോ, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യ്. കണ്ട, അതിൻ്റെ അകത്ത് ഫേസ്ബുക്ക് വന്നു. കണ്ട, അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി അത് ഒരു ദിവസം എത്ര മണിക്കൂറാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത് കാണാൻ. കണ്ട, ഫേസ്ബുക്ക് 3 മണിക്കൂർ, കണ്ട, വാട്സപ്പ് 12 മിനിറ്റ്, കണ്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്തുനിന്ന് ഇവർക്ക് കാണാൻ സാധിക്കും. യെസ്റ്റർഡേ, കഴിഞ്ഞ ദിവസം, ഒരു മാസം ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഫൈൻ, ഗുഡ്. ഇനി അടുത്തതാണ് രസകരമായ വേറെ കാര്യം, അൺലോക്ക് എന്ന് കാണാൻ പറ്റും. അതായത് ഈ അൺലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ അൺലോക്ക് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. പിന്നെ ഞാൻ ഇതിന്റെ നിന്ന് ലോക്ക് മാറ്റിയാൽ മാത്രമേ ഫോൺ ഓപ്പൺ ആവുള്ളൂ. അത് രസകരമായ കാര്യമാണ്. മൂന്നാമത്തത്, ഒരു ദിവസം എത്ര മിനിറ്റ് വരെ നമുക്ക് ഇവർക്ക് ലിമിറ്റ് കൊടുക്കാം. അതായത് ഒരുപക്ഷെ തിങ്കളാഴ്ച ഒരു 10 മിനിറ്റ് ഉപയോഗിച്ചോട്ടെ, ഞായറാഴ്ച ഒരു 15 മിനിറ്റ് ഉപയോഗിച്ചോട്ടെ, അങ്ങനെ നമുക്ക് ഡെയിലി ലിമിറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഇനി വേറെ കാര്യം, ഒരുപക്ഷെ ഈ ഫോണൊക്കെ ഇവരെന്താ ചെയ്യുക, ഒരുപക്ഷെ എവിടെയെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും. ആ ഒരു സമയത്ത് പ്ലേ സൗണ്ട്, കണ്ട, എവിടെയെങ്കിലും ഒളിച്ചു മാറി എന്ന് ഉപയോഗിച്ചാൽ പ്ലേ സൗണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി മുടക്കും, അറിയില്ല. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കും, ഒരുപക്ഷെ ഇവര് ഈ ഫോണൊക്കെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാം. കണ്ട, അൺഇൻസ്റ്റാൾ ചെയ്യുമെന്ന്. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ, അതായത് പാരന്റിന്റെ ആപ്പ്, ചൈൽഡിന്റെ ആപ്പ് ഇതിന്റെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പാരന്റ് പാസ്വേഡ് ചോദിക്കും. നിങ്ങൾ പാസ്വേഡും കൊടുത്തിട്ട് പിന്നെ ഇരിക്കരുത്. പാസ്വേഡ് എടുത്താൽ മാത്രമേ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ.
പീപ്പി കണ്ടാ ഊതാത്ത പിള്ളേരില്ല. കാര്യം പിള്ളേര് മൊബൈൽ ഫോണും ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ചോട്ടെ, പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ ഒരിക്കലും ഇവര് നോക്കുന്ന കാര്യം, അതായത് ഇവരെന്താണോ നോക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ ഒരിക്കലും നമുക്ക് ഇത് അറിയാൻ സാധിക്കില്ല. ഈ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ആണ്. 2 ആപ്പുകളുണ്ട്. അതെല്ലാം എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ മക്കളെല്ലാം നല്ല രീതിയിൽ പോട്ടെ. ഇനി എന്തെടുത്താലും എനിക്കറിയാം ടച്ചു ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ടിക്ടോക്കും എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനത്തിൽ നിൽക്കും, ബ്ലോക്ക് ചെയ്യും. പിന്നെ കണസാ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.